ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രസ്സിൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് MC ലൈഫ്. മൂന്നാമത്തെ എപ്പിസോഡായിട്ട് നാലാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. നാലാമത്തെ എപ്പിസോഡായി ഗൈസ്. ഓക്കെ, നമ്മളിന്ന് MC ലൈഫിൻ്റെ നാലാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായൊരു പ്ലാനിങ് ഇല്ല നമുക്ക്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോയുടെ സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് യെസ് ഗൈസ്, ഞാൻ വെച്ചൊരെണ്ണം കൊണ്ടു. ഓക്കെ, അപ്പം നമ്മൾ ഡ്രാഗൻ്റെ ഡ്രാഗൻ്റെ സ്റ്റാച്ചു നമ്മൾ ഉണ്ടാക്കിയത്, ഡ്രാഗൺ എഗ്ഗിൻ്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രാഗൺ കിടക്കുന്നത് അങ്ങ് നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസിലാണ് ഗൈസ്. ഇങ്ങനെ അതായത് നോട്ട് ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലുണ്ട്. നോട്ട് ക്രാഫ്റ്റ് ഡ്രാഗൻ്റെ സ്റ്റാച്ചു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് സോമ്പില്ലെന്ന് തോന്നുന്നു. അത് കൊള്ളാം. നമ്മുടെ മായവിബ്രോ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ഏറ്റവും വലിയ ബേസ്, അതായത് ചക്ക പോലത്തെ വീട് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഫുൾ വർക്ക് ഫിനിഷ് ആയി എന്നാണ് തോന്നുന്നത്. പക്ഷേ മേലൊരു ഓട്ടയൊക്കെ ഉണ്ട് ഗേസ്. ചിലപ്പം കാറ്റോട്ടത്തിനായിരിക്കും ഗേസ്. ഫോക്കസ് ചെയ്യൂ. എനിക്കറിയില്ല, അത് ബ്ലോക്ക് മാറി വെച്ചതാണോ എന്ന് തോന്നുന്നു. എൻ്റെ അവിടെ. അപ്പം എന്തിനത്രയും വലിയ വീട് ഗേസ്. ഇതിൻ്റെ വീണ്ടും ഉള്ളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് വലുതാണെന്നറിയോ. ഇനി നമുക്ക് നമ്മുടെ പ്ലാൻ സെറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ എല്ലാവരും എന്തിലൊക്കെ പോയി ഡ്രാഗൺ വെയിറ്റ് എ മിനിറ്റ്. അപ്പം ഡ്രാഗനെയൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ കയ്യിൽ എൻഡ് പോർട്ടലിൻ്റെ കോർഡിനേറ്റ്സ് ഇല്ല. അത് വലിയ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ്, എനിക്ക് 2 ചെസ്റ്റ് ഉണ്ടാക്കണം. മനസ്സിലായ? അത് ഇതാണ്ട എൻഡ് ചെസ്റ്റ് മിസ്റ്റേക്കൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. ഇവിടെ 2 ചെസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കണം ഗൈസ്. അത് എനിക്കില്ല ഗൈസ്. പിന്നെ നിങ്ങൾ എന്നെ നോക്കൂ, ഇങ്ങനെ നോക്കൂ, ഇവിടെ നോക്കണം. ഓക്കെ, ഫുൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂൺ പറയണം. അതുകൊണ്ട് ഫോർച്യൂൺ പിക്കാസ്, സിൽ ടച്ച് പിക്കാക്സ്, ഷാർപ്പ്നെസ് 5, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആർമറൊക്കെ ഉണ്ട്. ത്രോൺസ് 3, ഇനി ഒരു ഫെദർ ഫോളിങ് കൂടി കിട്ടിയാൽ മതി. നമ്മൾ ആർമർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഇവിടെ അലനും കാര്യം എന്തിനാ അവിടെ ഇതിവിടെ ഉണ്ട്. അത് നമ്മുടെ മായൂരോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. ഞാനവിടെ കെട്ടിയിട്ടതാണ്. പക്ഷെ അത് അടി അതിലവിടെ നമുക്ക് ഇന്നൊരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതൊരു ഷിയോ പാർട്ട്ണർ തൊണോടെ ഉണ്ടായിരുന്നു. അതെവിടെയാണോ അതിലവിടെ. അപ്പം നമ്മുടെ മായൂരോ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് മായൂർ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ മായൂർ കാണിച്ചില്ല. അപ്പം എന്തായി ഇനി എന്തെങ്കിലും ആവട്ടെ. നമുക്കിനിപ്പോൾ എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കണം. എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കണേ നമ്മളെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ എൻട്രികളുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമുക്കിനി വേണ്ടത് ഫോർച്യൂൺ അത് എൻട്രി ചെസ്റ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്കൊരു എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ എന്തില്ല. എൻട്രിപ്പുകളുണ്ട്, പക്ഷേ മറ്റേതില്ല. അതിൻ്റെ പേര് മറ്റേ ഓറഞ്ച് കളറിലുള്ളതാണ്. ഈ വിതരണൊക്കെ ഒന്നാക്കിട്ട നമ്മുടെ ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നതാണല്ലേ, അതില്ല നമ്മുടെ കയ്യിൽ. അപ്പം അത് പോയി കളക്ട് ചെയ്യണം. അതിന് നമ്മുടെ കയ്യിൽ നമ്മൾ പോയിട്ട് ഇത് കണ്ടുപിടിക്കും. നമുക്ക് ഇത് വെച്ച് പോയി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലെഗിൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പോയേക്കാം. നമുക്ക് പോയിട്ട് നെറ്റ് പോയിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് പോയിട്ട് മറ്റേ ഇത് കളക്ട് ചെയ്തിട്ട് വരാം. അതിൻ്റെ പേരിപ്പം കിട്ടുന്നില്ലല്ലോ. ആ ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കണ ഹായ് മിസ്റ്റർ അലൻ. ഓക്കെ, അലൻ മതി. അലൻ എന്ന് പറഞ്ഞു.
റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മയവി വേണ്ട, അതും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ അവസാനം വള്ളിയാവും ഗൈസ്. അവനേക്കാളും വലിയ കുന്തം പിടിച്ചാണ് നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, നമുക്ക് ഏത് ഡയറക്ഷൻ പോവാം? ചത്തില്ലെങ്കിൽ കാണാം. എടാ കയ്യിലുണ്ടായിരുന്ന ടോട്ടോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഡയറക്ഷൻ മാറ്റാം. ഞാൻ മായയോട് ചോദിച്ചോട്ടെ ഗൈസ്. മായയോടും ചോദിക്കാൻ നിന്നില്ല, എനിക്കറിയാം. ഒരു കാര്യമില്ല ഗൈസ് ഇതൊക്കെ പെറുക്കി കൊണ്ടുവന്നെ. ഞാൻ എന്തായാലും ഇനി അതൊക്കെ കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഫൈനലി ഗോട്ട് ഇറ്റ്. അതായത് നമ്മൾ വന്നത് വേറൊരു വിഷയത്തിനാണെങ്കിൽ കൂടി ഇതാണ്, അത് മതി നമുക്ക് തൽക്കാലം. അതായത് ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോക്കായി കാരണം ഇത് ക്ലിപ്പിൻ്റെ പണിയായി ഗൈസ്. മര്യാദ ടീമേറ്റിനോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും. പോയിട്ടൊന്നും തോന്നുന്നു ഇപ്പം ഒരുമാതിരി മറ്റടുത്ത പരിപാടി ഗൈസ്. ലോക്കായി ഇത്രയും ദൂരം തിരിച്ചിറക്കുന്ന ആലോചിക്കുമ്പോഴാണ് ഞാൻ പിടിക്കുന്നത്. ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ല, പക്ഷേ എന്നാൽ നമുക്കൊരു ഫോർട്രസ്, ഞാൻ പേര് പിടിച്ചു ഫോർട്രസ്. എൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനം. ഓ ഗൈസ് എക്സ്പീറ്റി വാട്ട്സ് ദാറ്റ്? ഓ ഗൈസ് ബാസ്റ്റിൻ കണ്ടുപിടിച്ചു. പക്ഷേ കാര്യമില്ല, നമ്മൾ മായവി ബ്രോ അത് കായ് കൊടുത്ത് മേടിച്ചു ഗൈസ്. ഐ തിങ്ക് ഈ ബാസ്റ്റിൻ ആരും കാണാത്തതാണ്, കാരണം ഈ സ്ഥലമൊക്കെ ഇപ്പോഴാണ് ലോഡാവുന്നത്. ഞാനത് ബാസ്റ്റിൻ തന്നെയാണോന്ന് ഉറപ്പ് വരുത്തണ്ടേ ആണ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഫുള്ളി ലോക്കഡാണ്, ഒന്നും കിട്ടിയില്ല. അവസാനം ബാസ്റ്റിനെ കിട്ടി. ബാസ്റ്റിനെ കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യം. സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്.
നമുക്ക് ബില്ലനെയും അതുപോലെ തന്നെ നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ വിളിച്ചിട്ട് പോവാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മായോനൊക്കെ വിളിച്ചിട്ട് പോകാമെന്നാണ്. അവർ വരുമോ എന്നറിയില്ല. സോ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കുറേ ലൂട്ടൊക്കെ ചെറിയൊരു ലൂട്ടിങ് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ എൻഡിങ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് എലൈറ്റർ നമ്മൾ പോയി കളക്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എലൈറ്റർ പോയി റെയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെയ്ഡ് ചെയ്യാമെന്നാണ്. പക്ഷേ ഇവിടെ എലൈറ്റർ വിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷൾക്കർ ബോക്സ് ഒന്നും കിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ടീംമേറ്റ്സൊക്കെ ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഷൾക്കർ ബോക്സ് എലൈറ്ററൊക്കെ കളക്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഏതാ നല്ലത് എന്നുള്ളത്. പിന്നെ അത് നമുക്ക് വരും എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ടീംമേറ്റ്സിനൊക്കെ ആയിട്ട് എല്ലാവർക്കും പാടെ പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ വ്യൂസൊക്കെ കുറവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ. അടുത്ത പുതിയൊരു വീഡിയോയുമായിരുന്നവരേക്കും ബൈ.